ഹായ് മക്കളെ, എന്തെല്ലാണ് നമ്മുടെ USS പരീക്ഷയുടെ തയ്യാറെടുപ്പുകളൊക്കെ? എവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ? ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മലയാളം USS പരീക്ഷയിൽ കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും ഉൾപ്പെടെ ഏകദേശം ഒരു 20-30 മാർക്ക് 35 മാർക്കിൻ്റെ പുറത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് തന്നെ ചോദിക്കാൻ ഉതകുന്ന ചില ചോദ്യങ്ങൾ, 2-3 ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, കലാപരമായ മേഖലകളെ ഉൾപ്പെടുത്തിയിട്ട് ചോദിക്കാറുമുണ്ട്. അപ്പം നമുക്ക് USSലേക്ക് വേണ്ടിയിട്ട് കേരള പാഠാവലി, അതായത് അറബിക്കല്ലാതെ സംസ്കൃതമല്ലാതെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഒരു 10 മാർക്കിന് 20 മാർക്കിന്, മാർക്കിൻ്റെ റേഷ്യോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക, ആ രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പാഠഭാഗത്തിനെ, നമ്മുടെ കേരള പാഠാവലി എന്ന പാഠഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് USSൽ വരുന്ന ചോദ്യങ്ങളുടെ മാതൃകകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൃത്യമായിട്ട് പരിചയപ്പെടുന്നു. അപ്പം നിങ്ങളെല്ലാവരും മിടുക്കരും മിടുക്കികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ പാഠഭാഗം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, USSൻ്റെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ USSൻ്റെ ക്ലാസ്സിലേക്ക്, ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് പാഠഭാഗത്തിൻ്റെ ചെറിയൊരു സംഗ്രഹം, ആ സംഗ്രഹത്തിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, സാറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. എൻ്റെ പേര് ജയ്സൽ എന്നാണ്. നിങ്ങൾക്ക് മലയാളം USS പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മലയാള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂടെ കട്ടക്ക് എന്ത് ചെയ്തോളാം, നിന്നോളാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ, ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് എന്ത് ചെയ്യുക, ഒന്ന് എനിക്കിട്ടേക്കുക. ഓക്കെ, നമ്മുടെ യൂണിറ്റ് 1 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. ആ ഓഥറെക്കുറിച്ച്, എഴുത്തുകാരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യോത്തരങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പം മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഒരു തവണ കൂടി എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ആ സാധനം നിങ്ങളെ തലക്കകത്ത് സെറ്റായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ, എല്ലാവരും സെറ്റല്ലേ? ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യൂണിറ്റ് 1 ഓർമ്മയുടെ ജാലകം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. എന്താണ് യൂണിറ്റിൻ്റെ പേര്? ഓർമ്മയുടെ ജാലകം. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂണിറ്റ് 1 ഓർമ്മയുടെ ജാലകം, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മയുടെ ജാലകം എന്ന യൂണിറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. എൻ്റെ കൂടെ കട്ടക്ക് നിന്നോളം ഞാൻ വീണ്ടും പറയുന്നുണ്ട് മക്കളെ, ബോറടിച്ചു പോകരുത്. അപ്പം ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധമുള്ളൊരു കുട്ടിക്ക് ഇത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട്, കാരണം ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ച് നിങ്ങൾക്ക് വീണ്ടും വിശദീകരിച്ച് തരുമ്പോൾ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് എടുത്തു കഴിഞ്ഞതാണ് ആണല്ലോ. കാരണം നിങ്ങളെല്ലാവരും മിടുക്കികളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ USS പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗം കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ പാഠഭാഗം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്നുള്ളതായിരുന്നു. അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ രാജൻ കാക്കനാടൻ്റെ കൃതിയായിരുന്നു. അപ്പോൾ ആരാണ് രാജൻ കാക്കനാടൻ? രാജൻ കാക്കനാടനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൽ നിന്ന് ഒരൊറ്റ ഉത്തരം പോലും ചെയ്യാൻ പാടില്ല, വിടാൻ പാടില്ല. മലയാളം കേരള പാഠാവലിക്കകത്തുനിന്നുള്ള ചോദ്യം ഏത് വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കൂടെ നിന്നോളുക. മലയാളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരനും എഴുത്തുകാരനുമാണ് രാജൻ കാക്കനാടൻ. അപ്പം ഈ സാധനം മനസ്സിനകത്തേക്ക് സെറ്റാക്കി വെച്ച്, അറിയപ്പെടുന്ന ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്. അരവിന്ദൻ്റെ എസ്തപ്പാൻ സിനിമയിലെ നായകനായിരുന്നു. അപ്പം സിനിമയിലെ നായകൻ കൂടിയായിരുന്നു ആര്, രാജൻ കാക്കനാടൻ. അപ്പം താഴെ പറയുന്നതിൽ രാജൻ കാക്കനാടൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്, സിനിമാ നടനാണ്. ജോർജ് കാക്കനാടൻ്റെയും റോസമ്മയുടെയും മകനായി ജനിച്ചു. വിട്ടേക്കുക. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹിയിൽ റെയിൽവേ ഉദ്യോഗസ്ഥനായി. അപ്പം റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരു വിശേഷണം കൂടി ആർക്ക് കൊടുക്കാം, നമുക്ക് രാജൻ കാക്കനാടന് കൊടുക്കാം. എന്താണ്? ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്, എസ്തപ്പാൻ സിനിമയിലെ നായകനാണ്, റെയിൽവേ ഉദ്യോഗസ്ഥനാണ്, ചിത്രകാരനായിരുന്നു. ആദ്യകാലത്ത്
താന്ത്രിക് ശൈലിയിലാണ് വരച്ചിരുന്നത്. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആര്? രാജൻ കാക്കനാടൻ. സാഹസികവും അവിശ്വസനീയവുമായ ഒരു ഹിമാലയ പര്യടനത്തിൻ്റെ സ്നിഗ്ധമായ അനുഭവമാണ്, ഏറ്റവും മനോഹരമായ അനുഭവമാണ് ഈ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഗ്രന്ഥം പകർന്നു തരുന്നത്. സാഹിത്യകാരൻ കാക്കനാടൻ, പത്രപ്രവർത്തകരായ തമ്പി കാക്കനാടൻ, ഇഗ്നേഷ്യസ് കാക്കനാടൻ എന്നിവർ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമാണ്. ഇനി ആ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാഷ് ഇവിടെ ചോദ്യം പറയുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് ഉത്തരം മാർക്ക് ചെയ്യുക. അവസാന ഉത്തരം ഞാൻ പറയുമ്പോൾ അത് തന്നെയാണോ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഉത്തരം എന്നെന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. പൈൻ മരക്കാടുകളിൽ നടന്നെത്തിയത് വിശാലമായ ഒരു സമുദ്രത്തിലാണ്. പൈൻ മരക്കാടുകൾ എന്ന പദം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പൈൻ മരക്കാടുകൾ എന്ന പദത്തിനെ വിഗ്രഹിച്ചെഴുതി കഴിഞ്ഞാൽ ഏതാണ് മിടുക്കികളെ ഉത്തരമായിട്ട് കിട്ടുക? നിങ്ങൾ മാർക്ക് ചെയ്യുക. പൈൻ മരങ്ങളുടെ കാടാണോ? പൈൻ മരം കൊണ്ടുള്ള കാടാണോ? പൈൻ മരവും കാടുകളുമാണോ? പൈൻ മരമാകുന്ന കാടാണോ? ABCD. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യാണല്ലോ. ഇവിടെ നിങ്ങൾ ഓപ്ഷൻ മാത്രം എഴുതിയാൽ മതി. A ആണോ, B ആണോ, C ആണോ, D ആണോ? മാർക്ക് ചെയ്തോ? ഓക്കെ, എന്നാൽ ഞാൻ ഉത്തരത്തിലേക്ക് പോട്ടെ. യെസ്, ആൻസർ പൈൻ മരങ്ങളുടെ കാട്. ഓപ്ഷൻ നമ്പർ A ആണ് കറക്റ്റ് ഉത്തരം. നിങ്ങളുടെ ഉത്തരം ശരിയാണോ നോക്കുക. ശരിയല്ലെങ്കിലും വിഷമിക്കേണ്ട, അതെന്ത് ചെയ്യുക? മനസ്സിനകത്തേക്ക് സെറ്റാക്കി വെക്കുക. പൈൻ മരക്കാടുകൾ എന്നാൽ പൈൻ മരങ്ങളുടെ കാട് എന്നുള്ളതാണ് ഉത്തരം. സെറ്റാണല്ലോ. ഇനി ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ലല്ലോ. ദെൻ നെക്സ്റ്റ്, അജന്ത എന്ന കവിതയിൽ ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. കവി ആർ രാമചന്ദ്രന്റെ വാക്കുകളിൽ സൂചിപ്പിക്കപ്പെട്ട ആരുടെ പുഞ്ചിരിയെക്കുറിച്ചാണ്? ആരുടെ പുഞ്ചിരിയെക്കുറിച്ചാണ്? അജന്ത എന്ന കവിതയിൽ ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. കവി ആർ രാമചന്ദ്രന്റെ വാക്കുകളിൽ സൂചിപ്പിക്കപ്പെട്ടത് ആരുടെ പുഞ്ചിരിയെക്കുറിച്ചാണ്? മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, ഗൗതമ ബുദ്ധൻ. ആരുടെ പുഞ്ചിരിയെയാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ഉത്തരം? മഹാത്മാഗാന്ധി A ഓപ്ഷൻ ആണോ? B സ്വാമി വിവേകാനന്ദനാണോ? C രവീന്ദ്രനാഥ ടാഗോർ ആണോ? D ഗൗതമ ബുദ്ധന്റെ പുഞ്ചിരിയാണോ? ആരെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്? യെസ്, ഗൗതമ ബുദ്ധൻ. ഓപ്ഷൻ D നിങ്ങൾ മാർക്ക് ചെയ്തത് തന്നെയാണോ കറക്റ്റ് ആൻസർ എന്ന് നോക്കുക. പാഠഭാഗം നിങ്ങൾക്ക് സെറ്റാണ് മക്കളെ. എവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല? ചോർന്നു പോകാൻ പോകുന്നില്ല. യാത്രാ വിവരണം എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൃതി ഏതാണ്? ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു സാധനമാണ്. നമുക്ക് കൂടുതൽ അറിവിൽ പുറം ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. ഇതിൽ യാത്രാ വിവരണം എന്ന വിഭാഗത്തിൽ പെടുന്ന കൃതി താമരപ്പൊയ്ക യാത്രാ വിവരണമാണോ? നേരമല്ലാത്ത നേരത്ത് C ഓപ്ഷൻ കാപ്പിരികളുടെ നാട്ടിൽ, D ഓപ്ഷൻ ഒരു ദേശത്തിൻ്റെ കഥ. ഇതിലേതാണ് ഒരു യാത്രാ വിവരണം എന്ന കൃതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കൃതി ഏതാണ്? ഒന്ന് ഓടിച്ചു നോക്കിക്കോ. ഓർമ്മയിലേക്ക് വന്നോ? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മാർക്ക് ചെയ്തോ. ABCD ഏതാ മാർക്ക് ചെയ്തേ? യെസ്, C ആണ്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന SK പൊറ്റക്കാടിൻ്റെ ഈ കൃതിയാണ് എന്ത് ചെയ്യുന്നത്? യാത്രാ വിവരണം എന്ന വിഭാഗത്തിനകത്ത് പെടുന്ന കൃതി. റെഡി ആണല്ലോ? സെറ്റാണല്ലോ? ഇനി മറന്നുപോലല്ലോ. ദെൻ നെക്സ്റ്റ്, എഴുത്തുകാരും കൃതികളും അടങ്ങിയ ജോഡികളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ ഏതോ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയൊക്കെ തെറ്റാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? രാജൻ കാക്കനാടൻ, നേരമല്ലാത്ത നേരത്ത്. സന്തോഷ് ഏച്ചിക്കാനോ, പ്രേമാമൃതം. CV രാമൻപിള്ള, പിതാമഹൻ. VKN, കൊമാല. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് ഏത്? കൊമാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേരുന്നതല്ല. CV രാമൻപിള്ളയുടെ കൃതിയാണ് ഏത്? പ്രേമാമൃതം എന്ന് പറയുന്നത്. അപ്പം അത് മൂന്നും എന്ത് ചെയ്യുന്നില്ല? ചേരുന്നല്ല. VKNന്റെ കൃതിയാണ് ഏത്? പിതാമഹൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? രാജൻ കാക്കനാടൻ്റെ കൃതിയാണ് നേരമല്ലാത്ത നേരത്ത്. അപ്പോൾ രാജൻ കാക്കനാടൻ്റെ കൃതി ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ രാജൻ കാക്കനാടനെ കുറിച്ചുള്ള ആ ഒരു വിവരണം, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള വിവരണം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരുകൾ. നേരമല്ലാത്ത നേരത്ത്. നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ശരിയാണോ? ദെൻ നെക്സ്റ്റ്, ഹിമവാന്റെ മുകൾ തട്ടിൽ, അമർനാഥ് ഗുഹയിലേക്ക് എന്നീ യാത്രാ വിവരണങ്ങളിലൂടെ പ്രസിദ്ധനായ സാഹിത്യകാരൻ ആരാണ്? ഹിമവാന്റെ മുകൾ തട്ടിൽ. ഇപ്പം തന്നെ ഉത്തരം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ട്.
അമർനാഥ് ഗുഹയിലേക്ക് എന്നീ യാത്രാ വിവരണങ്ങളിലൂടെ പ്രസിദ്ധനായ സാഹിത്യകാരൻ ആരാണ്? മിടുക്കരെ മിടുക്കികളെ, ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പാഠഭാഗത്തിൻ്റെ ആദ്യ വിവരണത്തിൽ തന്നെ നമ്മൾ ഹിമവാന്റെ മുകൾ തട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ആരുടെ കൃതിയാണ്? രാജൻ കാക്കനാടൻ്റെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. ആ പാഠഭാഗത്തിൽ ആശയങ്ങൾ നിങ്ങളെ തലക്കകത്തുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. രാജൻ കാക്കനാടൻ എന്ന എഴുത്തുകാരന് യോജിക്കാത്തത് ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ പറയുന്നുണ്ടായിരുന്നു. ആ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കവിയും ഗാനരചയിതാവും ആണോ രാജൻ കാക്കനാടൻ? സഞ്ചാരിയും ചിത്രകാരനുമാണോ? എസ്തപ്പാൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? നേരമല്ലാത്ത നേരത്ത് ഇദ്ദേഹത്തിൻ്റെ നോവലാണ്. ഇതിലേതാണ് രാജൻ കാക്കനാടൻ എന്ന എഴുത്തുകാരന് യോജിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാടിക്കേറി ഉത്തരം മാർക്ക് ചെയ്യരുത്. ചോദ്യം എന്താണ് എന്ന് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉത്തരം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ രാജൻ കാക്കനാടൻ എന്ന എഴുത്തുകാരന് യോജിക്കാത്തത് ഏതാണ്? നിങ്ങളുടെ മനസ്സിനകത്ത് ഉത്തരം കത്തിക്കഴിഞ്ഞു. ഓപ്ഷൻ എ, കവിയും ഗാനരചയിതാവും എന്ന റോളിൽ ആര് വന്നിട്ടില്ല? രാജൻ കാക്കനാടൻ വന്നിട്ടില്ല. ഓക്കെ, സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്. സൂചനകളിൽ നിന്ന് സാഹിത്യകൃതി കണ്ടെത്തുക. ഒരു സാഹിത്യകൃതി പ്രസിദ്ധമായിട്ടുള്ള ഒരു യാത്രാ വിവരണ കൃതിയാണ്. ആ യാത്രാ വിവരണ കൃതിക്കുള്ള സൂചനകളാണ് ഇവിടെ തരുന്നത്. അപ്പോൾ യാത്രാ വിവരണ കൃതികളെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ആ പുസ്തകത്തിന് റോമായാത്ര എന്നൊരു പേരുകൂടിയുണ്ട്. എന്താ പേരുള്ളത്? റോമായാത്ര എന്ന പേരുകൂടിയുണ്ട്. അത് എഴുതിയിരിക്കുന്നത് പാറേമാക്കൽ തോമാ കത്തനാരാണ് രചയിതാവ്. പാറേമാക്കൽ തോമാ കത്തനാരാണ് ആദ്യത്തെ യാത്രാ വിവരണ കൃതി തയ്യാറാക്കിയത്. കരിയാറ്റിൽ മൽപ്പാൻ എന്ന ഗ്രന്ഥകാരൻ ഇദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു. ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട കൃതി ഏതാണ്? ഓപ്ഷൻ എ, ബിലാത്തി വിശേഷം. ഓപ്ഷൻ ബി, ഉർഷോ യാത്രാ വിവരണം. ഓപ്ഷൻ സി, വർത്തമാന പുസ്തകം. ഓപ്ഷൻ ഡി, ഗുണ്ടർട്ടിൻ്റെ നാട്ടിൽ. ഇതിൽ ഒരു പുസ്തകമാണ് ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. ഏതാണത്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി, വർത്തമാന പുസ്തകം എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സവിശേഷതകളുള്ള കൃതി ഏതാണ്? ഈ വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം ഏതാണെന്ന് കണ്ടെത്തണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യത്യസ്തമായ ജോഡി ഏതാണ്? ലളിതാംബിക അന്തർജന, രാജൻ കാക്കനാടൻ, കലാമണ്ഡലം ഹൈദരാലി, KP കേശവമേനോൻ. ഇതിൽ പലതും എന്താണ്? ഒരേപോലെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിലേതോ ഒന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ലളിതാംബിക അന്തർജനം ആത്മകഥയ്ക്ക് ഒരാമുഖം ശരിയാണോ? രാജൻ കാക്കനാടൻ്റെ അമർനാഥ് ഗുഹയിലേക്ക് ശരിയാണെന്ന് നമുക്കറിയാം. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. നമുക്കറിയാം കലാമണ്ഡലം ഹൈദരാലി എന്ന കലാമണ്ഡലത്തിലെ കലാകാരൻ്റെ ആത്മകഥയുടെ പേരാണ് മഞ്ജുതരം. KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ഇതൊക്കെ ആത്മകഥയിൽ പെടുന്നതാണെങ്കിൽ ആത്മകഥയ്ക്ക് ഒരാമുഖം കലാമണ്ഡലം ഹൈദരാലിയുടെ മഞ്ജുതരം എന്ന് പറയുന്ന ആത്മകഥയാണ്. KP കേശവമേനോൻ്റെ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് ആത്മകഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായത് ഏതാണ്? പെട്ടെന്ന് കത്തണം. ഇത് മൂന്നും ആത്മകഥയാണെങ്കിൽ ആത്മകഥയല്ലാത്തത് ഏതാണ്? ഒരു യാത്രാ വിവരണ കൃതിയാണ്. ഏതാണ്? അമർനാഥ് ഗുഹയിലേക്ക്. ആരുടേത്? രാജൻ കാക്കനാടൻ്റെ അമർനാഥ് ഗുഹയിലേക്ക് എന്ന് പറയുന്നത് ഒരു യാത്രാ വിവരണ കൃതിയാണ്. മക്കളെ, സെറ്റായല്ലോ. യാത്ര പോയ സമയത്ത് എഴുതിയ കൃതിയാണ്, മറന്നു പോരുത്. ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉത്തരം മാർക്ക് ചെയ്തിരിക്കണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഇതിനകത്ത് കൂട്ടത്തിൽ എല്ലാം ചില പ്രത്യേക സ്വഭാവമുള്ള കൃതികളാണ് എല്ലാം. അകലങ്ങളിലെ മനുഷ്യർ, ആൾക്കൂട്ടത്തിൽ തനിയെ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ. ഇതിൽ ഏതോ ഒരു കൃതി മറ്റു 3 കൃതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ചിലപ്പോൾ യാത്രാവിവരണമായിരിക്കാം, മറ്റുള്ളതൊക്കെ ചെറുകഥയായിരിക്കാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൃതി ഏതാണ്? ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കൃതി എന്ന് പറയുന്നത്. കലാശം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഥകളിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കലാശം ചവിട്ടുക, കലാശം എന്ന കലാശക്കൊട്ട് എന്ന് കേട്ടിട്ടില്ലേ? കലാശക്കൊട്ട് യൂണിറ്റ് ഫസ്റ്റിൽ നിന്നുകൊണ്ടുള്ള പാഠഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമാണ്. കലാശം എന്ന വാക്കിൻ്റെ ആ ശൈലിയുടെ അർത്ഥം എന്താണ്? തുടക്കം കുറിക്കുന്നതിനാണോ കലാശം കുറിക്കുക എന്ന് പറയാം? ചെണ്ട കൊട്ടുന്നതിനാണോ കലാശം എന്ന് പറയാം?
ആർഭാടത്തിനെയാണോ കലാശം എന്ന് പറയുക? അവസാനിപ്പിക്കുന്നതിനെയാണോ കലാശം എന്ന് പറയുക? നമ്മൾ എന്താ പറയുക, എലക്ഷനുകളൊക്കെ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കലാശക്കൊട്ട്, അവസാന ദിവസം പ്രചരണം പൊടിച്ച് നടക്കുന്നതിനാണ് കലാശക്കൊട്ട് എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ്? ഓപ്ഷൻ ഡി, അവസാനം എന്നുള്ളതാണ് എന്ത്, കലാശം എന്ന വാക്കിൻ്റെ ശൈലിയുടെ അർത്ഥം. ചിരിച്ചതേയുള്ളൂ എന്ന പദം പിരിച്ചെഴുതിയാൽ ചിരി പ്ലസ് ചതേ പ്ലസ് ഉള്ളു, ചിരിച്ചു പ്ലസ് അതേയുള്ളൂ, ചിരിച്ചതേ പ്ലസ് ഉള്ളു, ചിരിച്ചതേ പ്ലസ് യുള്ളു. ഇതിലേതാണ് ഈ ചിരിച്ചതേയുള്ളൂ എന്ന പദം പിരിച്ചെഴുതിയാൽ കൃത്യമായിട്ട് ഉത്തരം വരുന്നത്? ഏതാണ് മക്കളെ? ബോറാവുന്നുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോറും വരില്ല. വെറുതെ കേട്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കയ്യിൽ നിന്ന് സാധനങ്ങൾ പോവും. അതുകൊണ്ട് നമുക്ക് USS പരീക്ഷ എഴുതാനുള്ള മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്ലാസ്സിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ചിരി പ്ലസ് ചതേ പ്ലസ് ഉള്ളു ആണോ? ചിരിച്ചു പ്ലസ് അതേയുള്ളൂ എന്നാണോ? ചിരിച്ചതേ പ്ലസ് ഉള്ളു എന്നാണോ? ചിരിച്ചതേ പ്ലസ് യുള്ളു എന്നാണോ? ഓപ്ഷൻ A, B, C, D നിങ്ങൾ മാർക്ക് ചെയ്യണം. നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഒന്ന് പരിശോധിക്കും എത്ര കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് ആയിട്ടില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട, ഇത് നമ്മുടെ ഒരു ട്രയലാണ്. ആ ട്രയൽ നിങ്ങൾ കറക്റ്റാക്കി പോവുക. ഏതാണ് ഉത്തരം? ചിരിച്ചതേ പ്ലസ് ഉള്ളൂ. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. എത്ര മിടുക്കന്മാരും മിടുക്കികൾക്കും ശരിയായിട്ടുണ്ട്. സെറ്റാണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അവക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ നിര ഡാഷ്. വിട്ടുപോയ ഭാഗത്ത് ചേർക്കാവുന്ന ഏറ്റവും ഉചിതമായ വാക്ക് ഏതാണ്? അവക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ നിര നിരന്നു എന്നാണോ? നിര ഉയർന്നു എന്നാണോ? നിര നീണ്ടു എന്നാണോ? നിര ദൃശ്യമായി എന്നാണോ? അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വാക്ക് ഏതാണ്? കറക്റ്റായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുന്ന വാക്ക് ഏതാണ്? അവക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ നിര ഡാഷ്. ഏതാണ്? ഓപ്ഷൻ A, B, C, D. യെസ്, കറക്റ്റ്, ദൃശ്യമായി. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റാണല്ലോ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. USS നിങ്ങൾ നേടിയിരിക്കും. ഓക്കെ, ദില്ലിയിൽ നിന്ന് എന്ന് കേട്ടപ്പോൾ അയാളുടെ ഔത്സുക്യം വർദ്ധിച്ചു. ഔത്സുക്യം എന്ന പദത്തിന് ഉള്ള അർത്ഥം ഏതാണ്? ആകാംക്ഷയാണോ? ആശ്ചര്യമാണോ? സംതൃപ്തിയാണോ? ആഗ്രഹമാണോ? ഔത്സുക്യം. ദില്ലിയിൽ നിന്ന് എന്ന് കേട്ടപ്പോൾ അയാളുടെ ഔത്സുക്യം വർദ്ധിച്ചു. ഔത്സുക്യം എന്ന വാക്കിന് ഉചിതമായിട്ടുള്ള അർത്ഥം ഏതാണ്? ഔത്സുക്യം ഏതാണ്? യെസ്, ആകാംക്ഷ, അറിയാനുള്ള ആഗ്രഹം. അതാണ് ഏത്? ഔത്സുക്യം എന്ന് പറയുന്നത്. ഇത്തരം വാക്കൊന്ന് കണ്ട് എന്ത് ചെയ്യരുത്, പേടിച്ചു പോരുത്. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വാക്കൊന്ന് ഇങ്ങനെ ഉച്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഇനി ഇതിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക. മലയാളത്തിന് ചോദ്യം വരുന്നത് ഈ രൂപത്തിലായിരിക്കും. ഇതിൽ നിന്നുള്ള ശരിയായ വാക്യം കണ്ടെത്തുക. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ശരിയാണോ? ഒരു നിമിഷ നേരം ആ കണ്ണുകൾ പ്രകാശിച്ചു. ഒരു നിമിഷ നേരം ആ കണ്ണുകൾ പ്രകാശിച്ചു. ഓപ്ഷൻ സി നോക്കുക. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. ഒരു നിമിഷത്തോളം ആ കണ്ണുകളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള വാക്യം? എന്തെല്ലാമോ ആവശ്യമില്ലാത്ത കൂടിച്ചേരലുകളാണ് ബാക്കിയുള്ള വാക്യങ്ങളിലുള്ളത്. ഒരൊറ്റ വാക്യം മാത്രമാണ് കൃത്യമായിട്ടുള്ളത്. ഏതാണ്? ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ മാർക്ക് ചെയ്തത് ശരിയാണോ? ശരിയാണെങ്കിൽ സെറ്റാണ്. ഇനി അത് മറന്നു പോവില്ല. ഓക്കെ, നക്ഷത്രപ്രഭ. ഏതാണ് വാക്ക്? നക്ഷത്രപ്രഭ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? നക്ഷത്രപ്രഭ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? നക്ഷത്രം പോലുള്ള പ്രഭ, നക്ഷത്രവും പ്രഭയും, നക്ഷത്രമാകുന്ന പ്രഭ, നക്ഷത്രത്തിൻ്റെ പ്രഭ. ഏതാണ്? നക്ഷത്രപ്രഭ എന്ന് പറയുമ്പോൾ നക്ഷത്രം പോലുള്ള പ്രഭയാണോ? അല്ല. നക്ഷത്രവും പ്രഭയുമാണ്, രണ്ടാണോ? അല്ല. നക്ഷത്രമാകുന്ന പ്രഭയാണോ? നക്ഷത്രത്തിൻ്റെ പ്രഭ വെളിച്ചമാണ്, അല്ലേ? നക്ഷത്രത്തിൻ്റെ പ്രഭ. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ? ഓക്കെ, ദെൻ അയാളുടെ താപം കണ്ണുനീരായി ഒഴുകി. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ്?
അയാളുടെ താപം കണ്ണുനീരായിട്ട് ഒഴുകണമെങ്കിൽ താപം എന്ന് പറയുന്നത് സാധാരണ ചൂടാണ്. എന്നാൽ ഇവിടെ അർത്ഥം വരുന്നത് ചൂടാണോ? ചൂട്. ഓപ്ഷൻ ബി ദുഃഖം, ഓപ്ഷൻ സി സന്തോഷം, ഓപ്ഷൻ ഡി അധ്വാനം. ഏതാണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത്? അയാളുടെ താപം കണ്ണുനീരായി ഒഴുകി. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എഴുതുക. ഏതാണ്? ഉത്തരവിടെ കൊടുത്തിട്ടില്ല. ദുഃഖമാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദുഃഖം. താപം എന്ന് പറയുന്നത് ദുഃഖം എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ, രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പാഠം 2, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന പാഠഭാഗം. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് വേണം USSന്റെ ഈ ക്ലാസ് മുറിയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങളത് വായിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഒരു കൊന്നപ്പൂവിൻ്റെ ആത്മവിചാരം എന്ന മട്ടിലാണ് ഈ കവിത. നമ്മുടെ കൊന്നയുടെ ആത്മവിചാരം, കൊന്ന സ്വയം ചിന്തിക്കുന്ന രൂപത്തിലാണ് ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. വിഷുക്കാലം എത്തിയാൽ പൂക്കാതിരിക്കാൻ കണിക്കൊന്നക്കാവില്ല. വിഷു വന്നെത്തിക്കഴിഞ്ഞാൽ കണിക്കൊന്ന എല്ലായിടത്തും എന്തിരിക്കും? പൂത്തിരിക്കും. പൂവണിയുക എന്ന തൻ്റെ നിയോഗത്തെ ഏറ്റെടുക്കാൻ ശരീരകലകളെ ഒരുക്കുകയാണ് കൊന്നമരം. കണിക്കൊന്നയുടെ ഞരമ്പുകളിൽ കണി കാണാൻ കാത്തിരിക്കുന്നവർക്ക് നിറയെ പൂക്കൾ എത്തിച്ചു കൊടുക്കാനുള്ള വെമ്പലാണ് ആ സമയത്ത് കണിക്കൊന്ന ചെയ്തുകൊണ്ടിരിക്കുക. വേനൽ ചൂടേറ്റ് ഉണങ്ങി കരിഞ്ഞതുപോലെ തോന്നിക്കുന്ന കൊമ്പിൻ്റെ അറ്റത്ത് പോലും പൊന്നിൻ്റെ പതക്കങ്ങൾ പോലെ പൂക്കൾ തിളങ്ങി നിൽക്കുന്നു. ഒരു ജനതയുടെ ആഘോഷ തിമിർപ്പിന് സാക്ഷിയാവാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട കണിക്കൊന്ന സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് മേടവിഷുക്കാലത്ത് പൂവിടുന്നത്. ഓക്കെ, ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കൃതിയാണ്. അപ്പോൾ ഡോക്ടർ അയ്യപ്പ പണിക്കരെ കുറിച്ചുള്ള ചോദ്യം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? കടന്നു വരാം. അത് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. മലയാള കവിയും സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. മക്കളെ വേഗം തലക്കകത്ത് സെറ്റാക്കി വെച്ചോളുക. മലയാള കവിയും സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലംകരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജനനം. ലോകത്തിന് ആധുനിക മലയാള സാഹിത്യം പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത്. നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു. പ്രഗത്ഭനായ അധ്യാപകൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോളുകൾ നോക്കുക. പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു, വിമർശകനായിരുന്നു, ഭാഷാ പണ്ഡിതനായിരുന്നു. ആരൊക്കെയായിരുന്നു? അധ്യാപകനായിരുന്നു, വിമർശകനായിരുന്നു, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ഒട്ടേറെ വിശ്വസാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിൻ്റെ ആഗോള പതിപ്പായിരുന്നു. നാടകം, ചിത്രരചന, സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും കെ അയ്യപ്പ പണിക്കർ എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം, കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ആശാൻ പ്രൈസ്, ഒറീസയിൽ നിന്നുള്ള ഗംഗാധർ മഹർ അവാർഡ്, മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം, മധ്യപ്രദേശിൽ നിന്നുള്ള കബീർ പുരസ്കാരം, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ ബിൽവാര പുരസ്കാരം എന്നിവ ഉൾപ്പെടെ പല പുരസ്കാരങ്ങളും ഡോക്ടർ കെ അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം, കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ആശാൻ പ്രൈസ്, ഒറീസയിൽ നിന്നുള്ള ഗംഗാധർ മഹർ അവാർഡ്, മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം, മധ്യപ്രദേശിൽ നിന്നുള്ള കബീർ പുരസ്കാരം, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ ബിൽവാര പുരസ്കാരം എന്നിവ ഉൾപ്പെടെ പല പുരസ്കാരങ്ങൾ ലഭിച്ചു. തനിക്ക് ലഭിച്ച വയലാർ അവാർഡ് അദ്ദേഹം നിരസിക്കുകയുണ്ടായി. ഓർമ്മയിൽ വെച്ചേക്കുക. അയ്യപ്പ പണിക്കരുടെ കൃതികൾ 4 ഭാഗം. കുരുക്ഷേത്രം. അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ അത് 2 ഭാഗം. തകഴി ശിവശങ്കരപ്പിള്ള എന്ന പേരിൽ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. 10 കവിതകളും പഠനങ്ങളും, കാർട്ടൂൺ കഥകളും മഹാരാജ കഥകളും, പൂക്കാതിരിക്കാൻ എനിക്കാവില്ല, ഗോത്രയാനം, പൂച്ചയും ഷേക്സ്പിയറും ഇതൊക്കെ വിവർത്തനങ്ങളാണ്. ജീവാനന്ദദാസ്, മയക്കോവ്സ്കിയുടെ കവിതകൾ വിവർത്തനമാണ്. സൗത്ത് ബൗണ്ട് ഇംഗ്ലീഷ് കവിതകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 2006 ഓഗസ്റ്റ് 23 തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചു.
ഇത്രയും കാര്യം അയ്യപ്പ പണിക്കരെ കുറിച്ചുള്ള വിവരണമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഓർമ്മയിൽ വേണം, മറന്നു പോവരുത്. ഓക്കെ, സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, മലയാളത്തിലെ പ്രസിദ്ധനായ കവിയാണ് അയ്യപ്പ പണിക്കർ. താഴെ കൊടുത്തവയിൽ അദ്ദേഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. മലയാളത്തിലെ പ്രസിദ്ധനായ കവിയാണ് അയ്യപ്പ പണിക്കർ. താഴെ കൊടുത്തവയിൽ അദ്ദേഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു, മികച്ച പാർലമെന്റേറിയനായിരുന്നു, സാഹിത്യ നിരൂപകനായിരുന്നു, അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ കവിത എഴുതിയത് നമ്മൾ നേരത്തെ വായിച്ചു. അപ്പോൾ ബഹുഭാഷാ പണ്ഡിതൻ നമുക്ക് ശരിവെക്കാം. മികച്ച പാർലമെന്റേറിയൻ, പാർലമെന്റ് മെമ്പർ ആയിരുന്നു എന്ന് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു, തെറ്റ് മാർക്ക് ചെയ്തു. സാഹിത്യ നിരൂപകനായിരുന്നു, അത് നമ്മൾ വിവരണത്തിൽ കണ്ടു. അധ്യാപകനായിരുന്നു, അത് നമ്മൾ കണ്ടു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇവിടെ ബന്ധമില്ലാത്തതായിട്ട് ഒന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഓപ്ഷൻ ബി. നിങ്ങൾ മാർക്ക് ചെയ്തതും ഓപ്ഷൻ ബി ആണോ? മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു അയ്യപ്പ പണിക്കർ എന്നുള്ളത് തെറ്റായിട്ടുള്ള പരാമർശമാണ്. എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എന്ന വരിയുടെ ആശയം സൂചിപ്പിക്കുന്നത് എന്താണ്? എവിടെൻ്റെ ഹരിതം, ഹരിതം, ഹരിതാഭ, പച്ചപ്പ്. പച്ചപ്പാണ് പ്രകൃതിയുടെ സൗന്ദര്യം. അതാണോ എൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നത്? ഇനി പച്ച തുരുത്തുകൾ ഇല്ലാതായി എന്നാണോ? പ്രകൃതിയുടെ പച്ചപ്പും ആർദ്രതയും നഷ്ടപ്പെട്ടു എന്നാണോ? പ്രകൃതി ദുരന്തങ്ങളാണ് പ്രകൃതിയുടെ പച്ചപ്പ് ഇല്ലാതാക്കുന്നത് എന്നാണോ? എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എന്നതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? പ്രകൃതിയുടെ പച്ചപ്പും ആർദ്രതയും നഷ്ടപ്പെട്ടു എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ മാർക്ക് ചെയ്ത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, നവീന കവിതയുടെ ആചാര്യൻ. നവീന കവിതയുടെ ലോക സാഹിത്യത്തിന് മുന്നിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ മലയാളത്തിലെ പുതിയ സാഹിത്യ മേഖലയെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത ആളായിരുന്നു എന്നൊരു പരാമർശം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ ഓർമ്മയിലേക്ക് കയറ്റിവെക്കുക. ONV കുറുപ്പാണോ, കടമ്മനിട്ട കൃഷ്ണനാണോ, അയ്യപ്പ പണിക്കരാണോ, ആർ രാമചന്ദ്രനാണോ? ആരാണ് കറക്റ്റ് ആൻസർ? അയ്യപ്പ പണിക്കർ. ആ വിവരണത്തിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പ പണിക്കരാണ് ലോക സാഹിത്യത്തിന് മുന്നിൽ മലയാള സാഹിത്യത്തിൻ്റെ പുതുമ കാണിച്ചു കൊടുത്തത് എന്നുള്ള സാധനം. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. അതാണ് നവീനം എന്ന് പറയുന്നത്, പുതിയത്. ദെൻ നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ അയ്യപ്പ പണിക്കരുടേതല്ലാത്ത കൃതി ഏതാണ്? കുരുക്ഷേത്രം. നേരത്തെ നമ്മൾ കുറച്ച് കൃതികൾ പരിചയപ്പെട്ടു. അതിനകത്ത് കുരുക്ഷേത്രമുണ്ടോ, കുടുംബ പുരാണമുണ്ടോ, മൃത്യുപൂജയുണ്ടോ, നരനായും പറവയായും? ഇതിൽ ഏത് കൃതിയാണ് അയ്യപ്പ പണിക്കരുടേതല്ലാത്ത കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിനകത്ത് കത്തണം, നരനായും പറവയായും എന്ന കൃതി ആരുടേതല്ല? അയ്യപ്പ പണിക്കരുടെ കൃതിയല്ല. കണി പ്ലസ് കൊന്ന, കണിക്കൊന്ന. ക എന്നത് എന്താവും? ഇവിടെ ഇരട്ടിക്കും. സമാനമായി പിരിച്ചെഴുതിയ പദം ഏതാണ്? പിരിച്ചെഴുതിയിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. ഇതിനോട് സമാനമായി വരുന്ന പദം ഏതാണ്? മഞ്ഞ പ്ലസ് അണിയുന്നു, മഞ്ഞണിയുന്നു. കൂട്ടിച്ച് ക ഇരട്ടിക്കുന്നുണ്ടോ? ഏതെങ്കിലും അക്ഷരം ഇരട്ടിച്ച് വരുന്നുണ്ടോ? ഇല്ല. വിഷു പ്ലസ് കാലം, വിഷുക്കാലം. ഏത് ഇരട്ടിക്കുന്നുണ്ട്? കകാരം ഇരട്ടിക്കുന്നുണ്ട്. വീണ്ടും പ്ലസ് എൻ, വീണ്ടുമൻ. തളിര് പ്ലസ് ആയ, തളിരായ. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കത്തിയിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിഷു പ്ലസ് കാലം, വിഷുക്കാലം. സെറ്റാണല്ലോ, ഇനി മറന്നുപോലല്ലോ. ദെൻ നെക്സ്റ്റ്, പുലർച്ച കുളിർക്കാറ്റ് വീശിപ്പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. അടിവരയിട്ട പദത്തിന് സമാനമായ അർത്ഥമുള്ള പദം ഏത്? പുലർച്ച കുളിർക്കാറ്റ് വീശിപ്പറക്കും, വിയൽ പക്ഷി എന്ന് പരാമർശിച്ചിരിക്കുന്ന കവിതയിലെ ഈ വിയൽ പക്ഷിയുടെ കൃത്യമായ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശമാകുന്ന പക്ഷി, മേഘമാകുന്ന പക്ഷി, കാറ്റാകുന്ന പക്ഷി, വെയിലാകുന്ന പക്ഷി. ഏതാണ് മക്കളെ കറക്റ്റ് ഉത്തരം? ഏതാണ്? യെസ്, ആകാശമാകുന്ന പക്ഷിയെയാണ് വിയൽ പക്ഷി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ. നേരത്തെ നമ്മൾ താപം കണ്ടു. എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ. അടിവരയിട്ട പദത്തിന് വരിയിലുള്ള അർത്ഥം ശരിയായി പ്രയോഗിച്ച വാക്യമേത്?
ദുഃഖം പോലെ തീ ആളിക്കത്തി എന്നാണോ? സൂര്യതാപം വർദ്ധിച്ചു എന്നാണോ? അവൾ സന്താപത്തോടെ നോക്കിയെന്നാണോ? മരണവീട്ടിൽ താപം തളം കെട്ടി നിന്നാണോ? ഏതാണ്? സൂര്യതാപം വർദ്ധിച്ചു എന്നാണ് ഇവിടെ താപം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? ഹിമം, ഹേമം, തുഹിനം, നീഹാരം. മഞ്ഞിന്റെ പര്യായങ്ങളാണ് കൂടുതലെന്ന് കണ്ടു. അതിൽ പെടാത്തത് ഏതാണ്? ഹേമം അല്ലേ? ഹേമം എന്നുള്ളതാണ് എന്ത്? ആ കൂട്ടത്തിൽ പെടാത്തത്. പാഠം 3 കയ്യെത്താ ദൂരത്ത്. യൂണിറ്റ് 1 അവസാനത്തെ ചാപ്റ്റർ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ കൃതിയാണ്. ആരാണ് ലളിതാംബിക അന്തർജനം? അപ്പോൾ ലളിതാംബിക അന്തർജനത്തെ കുറിച്ചുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണമെങ്കിൽ ഈ വിവരണം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചേക്കണം. 1999 മാർച്ച് 30 കൊട്ടാരക്കര താലൂക്കിൽ കോട്ടവട്ടത്ത് തെങ്ങുന്നത്ത് മഠത്തിൽ ദാമോദരൻ പോറ്റിയുടെയും ചങ്ങാരപ്പള്ളി നങ്ങയ്യ അന്തർജനത്തിൻ്റെയും മകളായി ലളിതാംബിക അന്തർജനം ജനിച്ചു. വിദ്യാഭ്യാസം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകൾ ആ വിദ്യാഭ്യാസത്തിലൂടെ ആര് വശമാക്കി? ലളിതാംബിക അന്തർജനം വശമാക്കി. 1937 ലളിതാഞ്ജലി എന്ന കവിതാ സമാഹാരവുമായി അന്തർജനം കാവ്യലോകത്ത് പ്രവേശിച്ചത്. 1937 ലളിതാഞ്ജലി എന്ന ആദ്യ കൃതിയിലൂടെയാണ് കവിതാ ലോകത്തേക്ക് ആര് പ്രവേശിക്കുന്നത്? ലളിതാംബിക അന്തർജനം പ്രവേശിക്കുന്നത്. അതേ വർഷം തന്നെ അംബികാഞ്ജലി എന്ന കഥാസമാഹാരവും രചിച്ചു. അപ്പോൾ ആദ്യത്തെ കവിത ലളിതാഞ്ജലിയാണ്, ആദ്യത്തെ കഥാസമാഹാരം അംബികാഞ്ജലിയാണ്. ലളിതാംബിക അന്തർജനം, ലളിത കാവ്യം, അംബിക കഥാസമാഹാരം ഓർമ്മയിൽ വെക്കുക. 1973 സീത മുതൽ സത്യവതി വരെ എന്ന കൃതിക്ക് നിരൂപണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1977 അഗ്നിസാക്ഷി എന്ന നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ആദ്യത്തെ വയലാർ പുരസ്കാരം ലഭിച്ചു. സോഷ്യൽ വെൽഫെയർ ബോർഡ്, കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ്, പുസ്തക കമ്മിറ്റി എന്നിവയിലൊക്കെ അംഗമായിരുന്നിട്ടുണ്ട് ആര്? ലളിതാംബിക അന്തർജനം. 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് അന്തർജനം ആയിരുന്നു. ആത്മകഥയ്ക്ക് ഒരാമുഖം അന്തർജനത്തിന്റെ ആത്മകഥയാണ്. ആത്മകഥയ്ക്ക് ഒരാമുഖം, ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേര് ഇപ്പം തന്നെ സെറ്റാക്കി വെച്ചോളുക. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരെഴുതിയതാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥയ്ക്ക് ഒരാമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ കവിത ഏതാണ്? ലളിതാഞ്ജലി. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണ്? അംബികാഞ്ജലി. സെറ്റാണല്ലോ, മറന്നുപോലല്ലോ. ഓക്കെ, ഇനി പാഠസംഗ്രഹം നോക്കാം. ബാല്യകാലത്ത് കഥാകാരി ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി സന്ദർശിക്കാൻ ഇടയായ ഒരു സന്ദർഭമാണ് പാഠഭാഗത്ത് വിവരിക്കുന്നത്. ഗുരുദേവന്റെ മഹത്വത്തെക്കുറിച്ചൊന്നും തിരിച്ചറിയാനാവാത്ത പ്രായത്തിൽ ഉണ്ടായ ആ സന്ദർശനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജീവിത സായാഹ്നത്തിൽ അന്തർജനം ഓർമ്മിക്കുകയാണ്. ഈ കാലത്തിനിടയിൽ ഒരുപാട് തിരിച്ചറിവുകൾ ജീവിതം നൽകിയിട്ടുണ്ട്. ബാല്യകാലത്തുണ്ടായ ആ സംഭവത്തിൻ്റെ സ്മൃതിയുമായി ഈ തിരിച്ചറിവുകളെയും ഉൾക്കാഴ്ചകളെയും ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പാഠഭാഗത്ത് എഴുത്തുകാരി. ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ തമാശയാണെന്ന് തോന്നിയതെങ്കിലും തീരാത്ത ഒരു അന്വേഷണമായി ഈ പ്രായത്തിലും അതിബാക്കിയാവുന്നതിനെ ആത്മചിന്താപരമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗുരുദേവൻ അന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത് തമാശയായിട്ടല്ല തോന്നിയതെങ്കിലും പിന്നീടും അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇങ്ങനെ തുടരുന്നു. ബാല്യകാലത്തുണ്ടാവുന്ന പല അനുഭവങ്ങളും പിൽക്കാല ജീവിതത്തിൽ പ്രചോദനങ്ങളായി തീരാം എന്ന സന്ദേശം ഈ പാഠഭാഗം നൽകുന്നു. സെറ്റാണല്ലോ പാഠത്തിൻ്റെ ആശയം. ഇനി നോക്കുക, ചോദ്യത്തിലേക്ക് കടക്കാം. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും എന്നതിനോട് ഏറ്റവും യോജിക്കുന്ന വരികൾ ഏതാണ്? ഇങ്ങനൊരു അർത്ഥത്തിനോട് യോജിക്കുന്ന വരി ഏതാണ്? പൂമാലയിൽ കലർന്നുള്ള നാരും മേവുന്നു മൗലിയിൽ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ ഞെക്കിക്കൊല്ലും, നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും എന്ന വരികളോട് സാദൃശ്യമുള്ള വരികൾ ഏതാണ്? ഓപ്ഷൻ എ ആണോ,
ബി ആണോ സി ആണോ ഡി ആണോ? എല്ലാം എ കിടക്കുന്നില്ലേ? ഇത് സി ആണ്, ഇത് ഡി ആണ്. ഏതാണ്? യെസ്, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാവും ഒരു സൗരഭ്യം. മുല്ലപ്പൂവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കല്ലിന് പോലും എന്തുണ്ടാവും? മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായിരിക്കും എന്നുള്ള അർത്ഥം. രമ്യ ഭൂഭാഗ ഭംഗികൾ ആരെയും മയക്കും. അടിവരയിട്ട പദം സൂചിപ്പിക്കുന്നത് എന്താണ്? രമ്യ ഭൂഭാഗ ഭംഗികൾ, മനോഹരമായ നമ്മുടെ ഭൂപ്രദേശത്തെ സൗന്ദര്യം ആരെയും മയക്കുന്നതാണ്. മയക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ചിരിപ്പിക്കുമെന്നാണോ? ഓപ്ഷൻ ബി ചിന്തിപ്പിക്കുമെന്നാണോ? ഓപ്ഷൻ സി ഓർമ്മിപ്പിക്കുമെന്നാണോ? ഓപ്ഷൻ ഡി മോഹിപ്പിക്കുമെന്നാണോ? ഏതാണ് കറക്റ്റായിട്ട് വരുന്ന ഉത്തരം? യെസ്, വെരി ഗുഡ്, മോഹിപ്പിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്? അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി. ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടാത്ത കൃതി ഏത്? താഴത്ത് കുറച്ച് ആത്മകഥകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആത്മകഥയിൽ പെടാത്ത കൃതി ഏതാണ്? അഗ്നിസാക്ഷി, കഴിഞ്ഞ കാലം, കവിയുടെ കാൽപ്പാടുകൾ, മനസാസ്മരാമി. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിനെ കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. അതേതായിരുന്നു നോവല്? അഗ്നിസാക്ഷിയാണ്. അപ്പോൾ ഇത് നോവലാണ്, നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. നോവൽ അഗ്നിസാക്ഷി. ദെൻ നെക്സ്റ്റ്, കൃതികളുടെയും എഴുത്തുകാരുടെയും പേരുകൾ നേർക്കുനേരെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. മാർത്താണ്ഡവർമ്മ, ജി ശങ്കരപ്പിള്ള. ആത്മകഥയ്ക്കൊരാമുഖം, ലളിതാംബിക അന്തർജനം. നരനായും പറവയായും, കുമാരനാശാൻ. സഫലമീ യാത്ര, അയ്യപ്പ പണിക്കർ. മാർത്താണ്ഡവർമ്മ എഴുതിയത് ജി ശങ്കരപ്പിള്ളയാണോ? അല്ല, തെറ്റാണ്. നരനായും പറവയായും കുമാരനാശാൻ്റെതാണോ? അല്ല. സഫലമീ യാത്ര അയ്യപ്പ പണിക്കരുടേതാണോ? അല്ല. എന്നാൽ ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നുള്ളത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് എന്ന് നമ്മൾ നേരത്തെ പുള്ളിയിട്ട് പഠിച്ചതാണ് അല്ലേ? മറന്നുപോയിട്ടില്ലല്ലോ. അപ്പോൾ ഉത്തരം ഏതാണ്? ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നുള്ളതാണ് ശരിയായ ജോഡി എന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. നമുക്ക് 1 മാർക്ക് വീണ് കഴിഞ്ഞു. ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം. ഈ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിടും. നമുക്ക് കൃത്യമായിട്ട് കത്തണം. ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നുള്ളത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏതാണ്? ഓപ്ഷൻ എ. നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെയാണ്, ആത്മകഥയാണ്. ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്നവയിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതി ഏതാണ്? നേരമല്ലാത്ത നേരത്ത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയാണോ? മൃത്യുപൂജ, അഗ്നിസാക്ഷി, വിഷകന്യക. നിങ്ങൾക്ക് കത്തി. ഏതാണ് ഉത്തരം? അഗ്നിസാക്ഷി. സിനിമയാക്കപ്പെട്ട നോവലാണ് ഏത്? അഗ്നിസാക്ഷി. ശോഭന അഭിനയിച്ച സിനിമയായിരുന്നു അഗ്നിസാക്ഷി. ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഒരാൾ അയാളുടെ തന്നെ ജീവിതകഥ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ഉത്തരം അത് തന്നെയാണ്. ഓപ്ഷൻ സി, ആത്മകഥ എന്നാണ് വിളിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ആത്മകഥാ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത കൃതി ഏതാണ്? കുറച്ച് ആത്മകഥകൾ തന്നിട്ടുണ്ട്. ഈ ആത്മകഥയിൽ പെടാത്തത് ഏതാണ്? കൊഴിഞ്ഞ ഇലകൾ ആത്മകഥയാണോ? ആത്മകഥയ്ക്ക് ഒരാമുഖം ആത്മകഥയാണോ? എൻ്റെ വഴിത്തിരിവ്, ഹിമവാന്റെ മുകൾ തട്ടിൽ. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഹിമവാന്റെ മുകൾ തട്ടിൽ ഒരു യാത്രാ വിവരണമാണ്. നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തു? ഓർമ്മയിലേക്ക് കത്തി. 1 മാർക്ക് കിട്ടി. സിമ്പിൾ. ആ സന്നിധിയിൽ ആർക്കും ഒച്ച വെക്കാൻ തോന്നുകയില്ല. വളരെ വലിയ ഒരാളിൻ്റെ ആർഭാടമല്ല, വളരെ വലിയ ഒന്നിൻ്റെ പവിത്രതയാണ് ചുറ്റും. ആരെക്കുറിച്ചാണ് ലളിതാംബിക അന്തർജനം ഇങ്ങനെ പരാമർശിക്കുന്നത്? ആരെടുത്താണ് സന്ദർശിച്ചത്? യെസ്, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്നിധിയെക്കുറിച്ചാണ് ആര് പറഞ്ഞത്? ലളിതാംബിക അന്തർജനം ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. ഭൂതകാല സഞ്ചാരം എന്ന പദം മാറ്റി എഴുതിയാൽ ഭൂതകാലത്തിലെ സഞ്ചാരം, ഭൂതകാലവും സഞ്ചാരവും, ഭൂതകാലത്തിൻ്റെ സഞ്ചാരം, ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരം. ഏതാണ് ഭൂതകാല സഞ്ചാരം എന്ന പദം വിഗ്രഹിക്കുക, മാറ്റി എഴുതുക എന്നൊക്കെ പറയാം. എന്താണ് കറക്റ്റ്? ഭൂതകാലത്തിലെ സഞ്ചാരത്തിനെയാണോ? ഭൂതകാലവും സഞ്ചാരവുമാണോ? ഭൂതകാലത്തിൻ്റെ സഞ്ചാരമാണോ? മാർക്ക് ചെയ്തേ. ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരമാണോ? യെസ്, ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരത്തിനെയാണ് ഭൂതകാല സഞ്ചാരം എന്ന് പരാമർശിക്കുന്നത്. ഇനി മറക്കൂലല്ലോ. ആ ഉത്തരം കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ഇല്ല. ഫസ്റ്റ് യൂണിറ്റ് ഒന്നും ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അത്രയും എന്ത് ചെയ്തോണം മക്കള്? സെറ്റാക്കി പഠിച്ചു വെച്ചോളുക. അടുത്ത യൂണിറ്റിലെ പാഠഭാഗങ്ങളും അതിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന
ചോദ്യോത്തരങ്ങളുമായിട്ട് മാഷ് അടുത്ത ക്ലാസ്സിലേക്ക് വരും. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാഷിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.